പ്രണയം മുട്ടിട്ട KSRTC ബസ്സിനെ സാക്ഷിയാക്കി തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഒരു വിവാഹം. മാറാനല്ലൂർ സ്വദേശി അമൽ ബാലുവാണ് ബസ്സിൽ വെച്ച് പരിചയപ്പെട്ട അഭിജിതയെ ബസ്സിനെ സാക്ഷിയാക്കി വിവാഹം ചെയ്തത്. ഇരുവർക്കും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ആശംസകൾ നേരുകയും ചെയ്തു. തിരുവനന്തപുരം നഗരത്തിൽ ജോലി ചെയ്യുന്ന അമല് സ്ഥിരം യാത്ര ചെയ്യുന്നത് RNE 522 എന്ന KSRTC ബസ്സിലാണ്. കെൽട്രോണിലെ ജീവനക്കാരിയായ അഭിജിതയെ കണ്ടുമുട്ടിയതും ഈ ബസ്സിൽ വച്ചാണ്. പരിചയം പ്രണയത്തിലേക്കും പിന്നീട് വിവാഹത്തിലേക്കും എത്തി. ഒടുവിൽ അതേ KSRTC ബസ്സിനെ സാക്ഷിയാക്കി വിവാഹവും. ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ബസ്സും ഈ കല്യാണത്തിന് വിളിക്കണമെന്ന് ഞാൻ അന്നത്തെ ജീവനക്കാരോടും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ഥിരം വൈകിട്ട് 5 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി ഈ ബസ്സിലാണ് പോകാറുള്ളത്. അങ്ങനെയാണ് ഈ ബസ്സിൽ കയറി കണ്ടുമുട്ടുന്നതും പിന്നെ കണ്ട് പരിചയത്തിലാവുന്നതും. അങ്ങനെ ഇൻസ്റ്റ വഴി ഇത് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു. അപ്പോൾ അങ്ങനെ വീട്ടിലെ കാര്യം പറഞ്ഞു, വീട്ടുകാർ പോയി ആലോചിച്ചു, എല്ലാവർക്കും സമ്മതമായിരുന്നു. അങ്ങനെ അടുത്ത് പെട്ടെന്ന് വിവാഹത്തിലോട്ട് കിടക്കുന്നു. അങ്ങനെ കുട്ടിയോട് ഞാൻ പറയുന്നു, കല്യാണത്തിന് ഇന്ന വണ്ടിയാണ് വിളിക്കുന്നത്. അപ്പോൾ കുട്ടി യാതൊരു എതിർപ്പും പറഞ്ഞില്ല, വീട്ടുകാർ പോലും എതിർപ്പ് പറഞ്ഞില്ല, അവർക്കെല്ലാം സന്തോഷമായിരുന്നു. അങ്ങനെ ഞാൻ കാട്ടാക്കട ഏറ്റവും നിർദ്ദേശം കൊടുക്കുകയും അതിനോടൊപ്പം ഞാൻ ഈ പറഞ്ഞ പഴയ കഥയിലെ RT 360 എന്ന് പറഞ്ഞ ബസ്സിലെ ഡ്രൈവർ അശോകേട്ടനാണ്. ആ അശോകേട്ടൻ തന്നെ ഈ ബസ്സിനെ സാരഥിയായിട്ട് വരണമെന്ന് പ്രത്യേകം ആ ലെറ്ററിൽ എഴുതി കൊടുത്ത് ആ ചേട്ടനെ തന്നെ നമുക്ക് കാട്ടാക്കട ഏറ്റവും പോസ്റ്റ് ചെയ്ത് തരികയും വിവാഹത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. വിവാഹത്തിൽ വളയം പിടിച്ചത് അശോകേട്ടനാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ചെങ്കൽ വെച്ചായിരുന്നു കെട്ടി എല്ലാ മംഗളകരമായിട്ട് നടന്നിട്ടുണ്ട്. സന്തോഷം. തന്റെ പ്രണയ സാക്ഷാത്കാരത്തിന് പ്രിയപ്പെട്ട KSRTC ബസ് കൂടി സാക്ഷിയാകണമെന്ന അമലിന്റെ ആഗ്രഹത്തിന് അഭിജിതയുടെ മനസമ്മതം. സമ്മതമായിരുന്നു. കാരണം ഞാനും ഇത്രയും നാളായിട്ട് ഒന്നും വേണ്ടാത്ത രീതിയിൽ നിന്ന ഒരാളാണ്. വിവാഹം അങ്ങനെ സംഭവത്തിനോട് വലുതായിട്ട് ചിന്തിച്ചിരുന്ന ഒരാളല്ല. പക്ഷേ എനിക്ക് എൻ്റെ വൈബിനൊത്ത ഒരാളെ കിട്ടിയതുകൊണ്ടാണ് ഓക്കെ പറഞ്ഞതും വിവാഹം നടന്നതും. KSRTC പ്രണയകഥയറിഞ്ഞ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഇരുവർക്കും ആശംസകൾ നേർന്നു. രണ്ടും KSRTC ബസ്സിൽ യാത്ര ചെയ്തു, അവിടെ വെച്ച് കണ്ടു, ഇഷ്ടപ്പെട്ടു, വിവാഹം കഴിച്ചു. KSRTC മുമ്പിൽ വന്നെന്ന് തന്നെ ഫോട്ടോയും എടുത്തു, എല്ലാം കണ്ടു, വളരെ സന്തോഷം. ഞാൻ പറഞ്ഞൊരു തമാശയ്ക്ക് പറഞ്ഞ KSRTC നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ബസ്സിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ അങ്ങ് താലി കെട്ടാമായിരുന്നു പറഞ്ഞു. ഏതായാലും ഒത്തിരി സന്തോഷമുണ്ട്. ബസ് പലപ്പോഴും ഇങ്ങനെ ഒരുപാട് ആളുകൾ കണ്ടുമുട്ടാനും പരിചയപ്പെടാനും ഒക്കെ കഴിയുന്ന ഒരു സ്ഥലമാണ്. അതുപോലെയാണ് ഇവർ രണ്ടുപേരും എന്നും അതിൽ യാത്ര ചെയ്തു. അതിൽ നിന്ന് വ്യത്യസ്തമാണത്. ഇവരെന്നും യാത്ര ചെയ്തു, ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചു. ഇന്നിപ്പം ട്രാൻസ്പോർട്ടിൻ്റെ ഒരു മംഗളാശംസകളാണ്, KSRTCയുടെ വക ആശംസകൾ നേരുന്നു. എൻ്റെ സ്വന്തം നിലയിലും എല്ലാ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. കാട്ടാക്കട ചീനവിള വഴി തിരുവനന്തപുരത്തേക്ക് KSRTC ബസ് സർവീസ് ഉണ്ടായിരുന്നില്ല. ചെറുപ്പം മുതൽ KSRTCയോടുള്ള ഇഷ്ടം മൂലം ഇതുവഴി സർവീസ് സംഘടിപ്പിച്ചതും അമലിന്റെ ഇടപെടലിലൂടെയാണ്. 2 സീറ്റിൽ ഇരുന്നവർ 1 സീറ്റിൽ ഇനി ഇതേ ബസ്സിൽ യാത്ര തുടരും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.